Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. അപ്പോൾ ജ്യൂസ് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ നമുക്ക് അതിനകത്ത് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും പറ്റും. ആദ്യം നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അതിനു വേണ്ടി കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് ചൂടായാൽ മതി. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുന്നതിന് മുന്നേ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കരുത്. കാരണം വെള്ളം കൂടുതൽ ചൂടായി പോയി കഴിഞ്ഞാൽ ഈ തക്കാളി അതിനകത്ത് കിടന്ന് കൂടുതൽ വെന്ത് പോകും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം. അതിനുശേഷം നമുക്കിത് വെള്ളത്തൊന്ന് മാറ്റാം. കുറച്ച് നേരം ഒന്ന് ചൂട് വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഈ തക്കാളി ചൂട് വെള്ളത്തൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ തൊലി ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി. ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ തക്കാളിയുടെയും തൊലി കളഞ്ഞെടുക്കാം. തക്കാളിയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തക്കാളി എല്ലാം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ അരിയും കൂടി ചേർത്ത് അടിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അവസാനം നമ്മൾ ജ്യൂസ് എന്തായാലും നന്നായിട്ടൊന്ന് അരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി എല്ലാം മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ ഏലക്ക പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ 2-3 ഏലക്ക അതുപോലെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇതിനകത്തേക്ക് ഇനി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ജ്യൂസിന് ആവശ്യമുള്ള വെള്ളം അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായി അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കൂടുതൽ വെള്ളം ഒഴിക്കാം. ഇപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജ്യൂസ് പോലെ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുവാണ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ 1/2 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ലൂസായിട്ടുള്ളൊരു ജ്യൂസ് അല്ല, എന്നാൽ ഒരുപാട് തിക്കുമല്ല. അപ്പം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഞ്ചസാരയോ ഏലക്കാപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തു. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ ജ്യൂസ് നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ തക്കാളിയുടെ അരിയൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ വെള്ളം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏലക്കാപ്പൊടിയും പഞ്ചസാരയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് പതുക്കെ ഒരു സ്പൂണിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം. തക്കാളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തണുപ്പോട് കൂടി കുടിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഒന്നുകിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്തതിന് ശേഷം കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ജ്യൂസ് റെഡിയാണ്. ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ചിലർ തേൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.